ഒരു മാരത്തോൺ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് അവസാനിച്ചിരിക്കുന്നത്. ജൂൺ 1-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചു. ഉടനെ തന്നെ എക്സിറ്റ് പോളുകളുടെ റിസൾട്ടുകളും ആഗതമായിരിക്കുന്നു. അപ്പോൾ ഇനി കൗണ്ടിങ് നടക്കേണ്ട ജൂൺ 4-ാം തീയതി വരെ എല്ലാവരുടെയും നാവുകളിൽ തട്ടിക്കളിക്കുന്നത് എക്സിറ്റ് പോളിന്റെ റിസൾട്ട്. അതിനെ ഹരിച്ചും ഗുണിച്ചും കൂട്ടിയും കുറച്ചും എല്ലാം പരിശോധിക്കുന്ന തിരക്കിലാണ് പ്രബുദ്ധരായ മലയാളികൾ. ഇവിടെ നമുക്ക് നോക്കാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഒരു ചെറിയ സന്ദേശത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്? അവർ പറഞ്ഞ പ്രതീക്ഷകൾ എങ്ങനെയാണ് എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നത്? അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് BJP, NDA, BJP, ഇത് മൊത്തത്തിൽ അതാണ്. BJP എക്കാലത്തും പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയും പടിഞ്ഞാറേ ഇന്ത്യയുമാണ്. അതായത് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ പടിഞ്ഞാറ് പ്രദേശത്തെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. ഇതാണ് പ്രധാനമായും BJPയുടെ ശക്തി കേന്ദ്രം. അവിടെയുള്ള 262 സീറ്റുകളിൽ 230ഓളം സീറ്റുകൾ BJPയും സഖ്യകക്ഷികളും ചേർന്ന് നേടിയെടുത്ത സീറ്റുകളാണ്. അപ്പൊ അതൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി BJP കരുതുന്നു. പല ഒപ്പീനിയൻ പോളുകളിലും നിരീക്ഷകരുടെ അഭിപ്രായത്തിലും അവിടെ BJPക്ക് ചില തിരിച്ചടികൾ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ചെറിയ തോതിൽ സംഭവിക്കാം. ആ തിരിച്ചടികൾ മറികടക്കാൻ ഉള്ള നമ്പേഴ്സ് തെക്കേ ഇന്ത്യയിൽ നിന്നും കിഴക്കേ ഇന്ത്യയിൽ നിന്നും ലഭിക്കും. പൊതുവെ BJPയെ കുറിച്ച് പറയുന്ന ഒരു നിരീക്ഷണം, തെക്കേ ഇന്ത്യയിൽ BJP ബലഹീനമാണെന്ന് പരമ്പരാഗതമായി പറയുന്ന ഒരു കാര്യമാണ്. കർണാടക ഒഴിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും അതൊട്ടൊക്കെ ശരിയുമാണ്. ഇപ്പൊ വർദ്ധിപ്പിക്കുന്നുണ്ട്, BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് സീറ്റുകളായി കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയും ഈ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ ഉണ്ട്. അതായത് എക്സിറ്റ് പോളുകളിൽ അത് അങ്ങനെയും കാണുന്നുണ്ട്. പക്ഷേ പൊതുവെ ദക്ഷിണേന്ത്യ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കീറാമുട്ടിയാണ്. കിഴക്കേ ഇന്ത്യയും അതുപോലെ തന്നെ. ഇവിടൊക്കെ പ്രാദേശിക കക്ഷികളാണ് അവിടെ വെന്നിക്കുടി പാറിച്ച് നിൽക്കുന്നത്. തമിഴ്നാട്ടിലാകട്ടെ, ആന്ധ്രാപ്രദേശിലാകട്ടെ, ഒറീസയിലും വെസ്റ്റ് ബംഗാളിലും എല്ലാം തെക്കും കിഴക്കുമായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക കക്ഷികളുടെ മേൽക്കോയ്മയ്ക്ക് വിധേയമായി കോൺഗ്രസ് പാർട്ടിയും BJPയും ഒക്കെ താഴേക്ക് പോകുന്ന ദേശീയ പാർട്ടികൾക്ക് പ്രസക്തി കുറഞ്ഞ ഒരു അന്തരീക്ഷം. അവിടെയാണ് ഈ എക്സിറ്റ് പോൾ പ്രൊജക്ട് ചെയ്യുന്ന ചിത്രം. ഇതിന്റെ എല്ലാ എക്സിറ്റ് പോളുകളും ഓൾ ഇന്ത്യ തലത്തിൽ പ്രൊജക്ട് ചെയ്യുന്ന ചിത്രം NDAയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം എന്ന് മാത്രമല്ല 3/2 ഭൂരിപക്ഷമാണ് ഏതാണ്ട് എല്ലാ ഏജൻസികളും പ്രൊജക്ട് ചെയ്യുന്നത്. 543 അംഗ ലോക്സഭയിൽ 350-ലധികം സീറ്റ്, 350-നും 380-നും ഇടയ്ക്ക് സീറ്റുകൾ ശരാശരി NDA മുന്നണി നേടും എന്നും ഇന്ത്യ മുന്നണി ഒരുപക്ഷെ 150 കടക്കില്ല എന്നുമാണ് മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളുടെയും 13 എക്സിറ്റ് പോൾ റിസൾട്ടാണ് അവലോകനം ചെയ്തത്. അതിൽ കാണുന്ന ഒരു പുതുചിത്രം, അതായത് 200 സീറ്റിന്റെ വ്യത്യാസം അവിടെ കാണുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിൽ സംസ്ഥാനം തിരിച്ചു നോക്കുമ്പോൾ BJPക്ക് ചില സീറ്റുകളെങ്കിലും അല്ലെങ്കിൽ NDA മുന്നണിക്ക് ചില സീറ്റുകളെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന സംസ്ഥാനങ്ങൾ എക്സിറ്റ് പോൾ അനുസരിച്ചാണെങ്കിലും ഹരിയാനയിലെ 10-ൽ എല്ലാ സീറ്റും ലഭിക്കില്ല, 2-3 സീറ്റ് നഷ്ടപ്പെടാം. ഡൽഹിയിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം 7-ൽ 7 സീറ്റും ലഭിച്ചത് 1-2 സീറ്റ് ഒരുപക്ഷെ നഷ്ടപ്പെടാമെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. പലതും 1 സീറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ രാജസ്ഥാൻ കഴിഞ്ഞ പ്രാവശ്യം 25-ൽ 25ഉം തൂത്തുവാരിയ സംസ്ഥാനത്ത് 3, 4, 5 സീറ്റുകൾ പല പോളുകൾ അനുസരിച്ച് BJPക്ക് നഷ്ടപ്പെടാം. ഗുജറാത്തിൽ പൂർണ്ണമായി ലഭിക്കും. പക്ഷെ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് നല്ല ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ്. BJPക്ക് തന്നെയാണ് മേൽക്കൈയെങ്കിൽ പോലും ഇന്ത്യ മുന്നണിക്ക് 48 സീറ്റിൽ പകുതിയോളം അല്ലെങ്കിൽ ഒരു 15 മുതൽ 22 വരെ സീറ്റുകൾ വിവിധങ്ങളായ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. അവിടെ BJPക്ക് എണ്ണം ഒരു പക്ഷേ 2-3 കുറയാം. സഖ്യകക്ഷികൾക്ക് കൂടുതൽ കുറയാനാണ് സാധ്യത. BJPക്ക് അല്ല എന്ന് ഓർക്കണം. BJPയുടെ സീറ്റുകൾ മഹാരാഷ്ട്രയിൽ പോലും നിലനിർത്തും എന്ന രീതിയിലാണ് ഒപ്പീനിയൻ പോളുകൾ, എക്സിറ്റ് പോളുകൾ. കർണാടകത്തിൽ BJP ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു. അല്ലെങ്കിൽ പലരുടെയും അഭിപ്രായത്തിൽ കർണാടകത്തിൽ പ്രജ്വൽ രേവണ്ണ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി 2-ാം ഘട്ടത്തിൽ 12 സീറ്റുകൾ പോയപ്പോൾ 28 സീറ്റിൽ ആദ്യഘട്ടത്തിൽ BJPക്ക് മേൽക്കൈ ഉണ്ടായേക്കും. പക്ഷെ 2-ാം ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി തിരിച്ചു പിടിക്കും എന്ന ഒരു പ്രതീതി ഉണ്ടായി. എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് 20-ലധികം സീറ്റുകൾ, 28-ൽ 20-ലധികം സീറ്റുകൾ ലഭിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ അധികം പുറകോട്ട് പോയിട്ടില്ല. കർണാടകത്തിൽ 26-ൽ നിന്നാണ് കുറയുന്നത്. ഒരുപക്ഷെ 22-ലേക്ക് കുറഞ്ഞാൽ അവിടെ 4 സീറ്റ്. അങ്ങനെ മൊത്തത്തിൽ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യകളിൽ ഒരു 260-270 സീറ്റുകളിൽ ഒരു ചിത്രം നോക്കുമ്പോൾ അവിടെ 28ഓളം സീറ്റുകളിൽ
ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരുപക്ഷെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും വിജയം ആവർത്തിക്കാൻ കഴിയില്ല. 28 സീറ്റുകൾ നഷ്ടപ്പെടാം എന്നാണ് എക്സിറ്റ് പോളുകളുടെ ശരാശരി ചിത്രം. ഏതെങ്കിലും ഒരു പ്രത്യേക എക്സിറ്റ് പോൾ മാത്രം എടുത്തു പറഞ്ഞാൽ ഒരുപക്ഷെ അതിന് നിഗമനം ശരിയാകണമെന്നില്ല. ഞാൻ അതിന്റെ 13 എക്സിറ്റ് പോളുകളുടെ ശരാശരിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഈ നഷ്ടപ്പെടുന്ന സീറ്റുകൾ കിഴക്ക് തെക്ക് ഇന്ത്യയിൽ നേടിയെടുക്കാം എന്ന BJPയുടെ ഒരു പ്രതീക്ഷ, NDAയുടെ പ്രതീക്ഷ എത്രത്തോളം സഫലമാണ് എക്സിറ്റ് പോൾ റിസൾട്ട് അനുസരിച്ച്? അത് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്ന വിവരമാണ് എക്സിറ്റ് പോൾ റിസൾട്ടിലൂടെ വരുന്നത്. പ്രത്യേകിച്ച് ബംഗാളിൽ അവർ സ്ഥിതി മെച്ചപ്പെടുത്തുന്നു. BJP 18 സീറ്റിൽ നിന്നും 22 23 സീറ്റിലേക്ക് മാറുന്നു. തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റിൽ നിന്നും 18 സീറ്റിലേക്കോ 17 സീറ്റിലേക്കോ കുറയുന്നു എന്നതാണ് പൊതുവെയുള്ള ബംഗാളിലെ ചിത്രം. അതുകൊണ്ട് ബംഗാൾ പൂർണ്ണമായി പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും BJPക്ക് അവിടെ മേൽക്കൈ പ്രവചിക്കുന്നു. അതുപോലെ ഒറീസ എന്ന സംസ്ഥാനത്ത് 21 സീറ്റുകളാണ് ലോക്സഭയിലുള്ളത്. സമാന്തരമായ സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒരുപക്ഷെ ഒറീസയിലെ മുഖ്യ പാർട്ടിയായി എക്സിറ്റ് പോളുകൾ കാട്ടുന്നത് BJPയാണ്. അതായത് ബിജു ജനതാദളിന്റെ ദീർഘകാലത്തെ ഭരണം അവസാനിച്ചുകൊണ്ട് നവീൻ പട്നായിക് പുറത്തോട്ട് പോവുകയും BJPയുടെ മുഖ്യമന്ത്രി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തുകയും ചെയ്യുന്നു എന്ന ചിത്രം അവിടെ കൊടുക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJD ബിജു ജനതാദൾ പുറകോട്ട് പോവുകയും BJPക്ക് 15-ലധികം സീറ്റുകൾ 21-ൽ 14-15 സീറ്റുകളെങ്കിലും ലഭിക്കുമെന്ന് പറയുമ്പോൾ അവിടെ നേട്ടമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ 8 സീറ്റിൽ നിന്നും ഇരട്ടിയോളം സീറ്റായി ഒറീസയിൽ BJP എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. ഇത് ഏറ്റവും സർപ്രൈസിംഗ് ആയ ഒരു നിഗമനം ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അവിഭക്ത ആന്ധ്രാപ്രദേശിൽ 42 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിഭക്ത ആന്ധ്രാപ്രദേശിലെ 25 സീറ്റായും തെലങ്കാനയിലെ 17 സീറ്റായും മാറിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിന്റെ കാര്യം എടുക്കുമ്പോൾ ഈ 13 എക്സിറ്റ് പോളുകളുടെ ശരാശരി ചിത്രം മൃഗീയമായ ഭൂരിപക്ഷം TDP BJP സഖ്യത്തിന്, അതായത് അവിടുത്തെ NDA സഖ്യം 3 കക്ഷികൾ ചേർന്നതാണ്. ഭാരതീയ ജനതാ പാർട്ടി 6 സീറ്റിൽ മത്സരിക്കുന്നു. പവൻ കല്യാൺ എന്ന സിനിമാ താരത്തിന്റെ ജനസേന പാർട്ടി, ആ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ്, ഘടകകക്ഷിയാണ്, ഏതാനും സീറ്റിൽ മത്സരിക്കുന്നു. അതുപോലെ തെലുങ്കുദേശം പാർട്ടി ഏറ്റവും അധികം റൂട്ടുകളുള്ള വേദികളുള്ള പാർട്ടിയാണ്, ട്രഡീഷണൽ പാർട്ടിയാണ്. NT രാമറാവു തുടങ്ങിയ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ മരുമകൻ ചന്ദ്രബാബു നായിഡു നയിക്കുന്ന തെലുങ്കുദേശം പാർട്ടിക്ക് വളരെ വലിയ, കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 3 സീറ്റിൽ നിന്നും ഏറെ മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് NDA 25-ൽ 20-ലധികം സീറ്റുകൾ നേടുമെന്ന നിലയിലാണ് ഇപ്പോൾ പ്രവചനങ്ങൾ. അത് വൻ കുതിച്ചുചാട്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം ആന്ധ്രാപ്രദേശിൽ ന്യായമായ ഒരു നല്ല സഖ്യകക്ഷി BJPക്ക് ഇല്ലായിരുന്നു, അവിടെ നേട്ടമൊന്നും ഉണ്ടായില്ല. ഇപ്രാവശ്യം ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും വലിയ പ്രതീക്ഷ BJPക്കുള്ളത്. അതുപോലെ തെലങ്കാനയിലും ആ പ്രതീക്ഷയുണ്ട്. കാരണം അതും തെക്ക് കിഴക്കായി വരുന്ന സംസ്ഥാനമാണ്. ആന്ധ്രാപ്രദേശും തെക്ക് കിഴക്കാണ്, തെലങ്കാന ഏതാണ്ട് മധ്യഭാഗത്ത്, അതും കിഴക്കോട്ട് ചാഞ്ഞു നിൽക്കുന്നു, ആന്ധ്രയോട് ചേർന്ന് നിൽക്കുന്നു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 4 സീറ്റിൽ നിന്നും 7, 8, 9 സീറ്റായി മാറുമെന്നതാണ് എക്സിറ്റ് പോളുകളുടെ കണക്ക്. അപ്പം അവിടുത്തെ പ്രാദേശിക പാർട്ടിയായ BRS ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി വിസ്മൃതിയിലാണ്ട് പോവുകയും BJP ആൻഡ് കോൺഗ്രസ് തമ്മിലുള്ള പ്രധാന മത്സരമായി തെലങ്കാന മാറുകയും ചെയ്യുമെന്നതാണ് ഈ ചിത്രം, അതായത് എക്സിറ്റ് പോൾ നൽകുന്ന ചിത്രം. അത് ശരിയായി വന്നാൽ അവിടെയും 3-4 സീറ്റുകളുടെ ഗെയിൻ ഉണ്ടാകും BJPക്ക്. കർണാടകത്തിലും ഈ ഗെയിൻ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ തമിഴ്നാട്, കേരളത്തിൽ ഈ 2 സീറ്റുകളാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകളുടെ ഒരു ശരാശരി. 1-2 സീറ്റുകൾ, 1 മുതൽ 3 സീറ്റ് വരെ കേരളത്തിലും 1 മുതൽ 3 സീറ്റ് വരെ തമിഴ്നാട്ടിലും പ്രവചിക്കുമ്പോൾ അത് ഒരു സീറ്റെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPക്ക് 28 സീറ്റുകൾ വടക്കും പടിഞ്ഞാറുമായ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെടുമ്പോൾ തെക്കും കിഴക്കുമായി ഉള്ള സംസ്ഥാനങ്ങളിൽ 33 അഡീഷണൽ സീറ്റുകളാണ് കിട്ടുന്നത്. അങ്ങനെ വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 303 സീറ്റിനേക്കാൾ കുറച്ചെങ്കിലും ഒരു 8-10 സീറ്റുകളെങ്കിലും കൂടുതൽ ലഭിക്കാൻ, BJPക്ക് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. NDAക്ക് മൊത്തമായി എക്സിറ്റ് പോളുകളുടെ ശരാശരി കണക്കിൽ 350-ലധികം ലഭിക്കാനുള്ള സാധ്യത എക്സിറ്റ് പോളുകൾ തുറന്നു കാട്ടുന്നു. എക്സിറ്റ് പോളുകളുടെ ആധികാരികതയെക്കുറിച്ച് ഒന്നും തന്നെ ഇപ്പോൾ ഞാൻ പരാമർശിക്കുന്നില്ല. എക്സിറ്റ് പോളുകൾ മുൻകാലങ്ങളിൽ 80% എക്സിറ്റ് പോളുകൾ ശരിയായി വന്നു, 20% എക്സിറ്റ് പോളുകൾ തെറ്റായി. ഇപ്പോൾ ശരിയായി വന്നാൽ ഈ പറയുന്ന നമ്പേഴ്സ് അനുസരിച്ച് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 3-2-ലധികം ഭൂരിപക്ഷത്തിൽ NDA ഭരണത്തിലെത്തും. മോദി പ്രധാനമന്ത്രി പദത്തിൽ 3-ാം ഊഴത്തിൽ എത്താനുള്ള സാധ്യതയാണ് ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ നൽകുന്നത്. അങ്ങനെ BJP പ്രൊജക്ട് ചെയ്ത നമ്പേഴ്സിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും അതിനോട് അടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ് നേടി അധികാരം, തുടർഭരണം ഉറപ്പാക്കുന്ന കാഴ്ചയാണ് എക്സിറ്റ് പോളുകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്.